ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസഫലമാണ്. 1201 ആണ്ട് മകരമാസം 18 തീയതി ഞായറാഴ്ച പൂയ നക്ഷത്രത്തിൽ ഫെബ്രുവരി മാസം ആരംഭിക്കുന്നു. മാസ ആരംഭത്തിലുള്ള ഗ്രഹനില: മിഥുന രാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും മകരത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും രാഹു കുംഭത്തിലും ശനി മീനത്തിലുമാണ്. പിന്നെ ഫെബ്രുവരി 4 ബുധൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 7 ശുക്രൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്കും സംക്രമിക്കപ്പെടും. ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കർക്കിടകം രാശിയിലുള്ള പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കർമ്മപരമായ ഉയർച്ചകളും ഉണ്ടാകും. എങ്കിലും അധ്വാന കൂടുതലും ശാരീരികവും മാനസികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പലവട്ടം ആലോചിച്ച് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ. അവ നടപ്പിലാക്കുവാനും സംയോജിതമായ ബുദ്ധി പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നൊരു മാസം കൂടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറവിയൊക്കെ ഉണ്ടാകും. ചെയ്ത പ്രവർത്തികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ഈശ്വരാനുഗ്രഹം തീരെ കുറവായിട്ടുള്ളൊരു മാസം തന്നെയാണ്. വഴിപാടുകളും നേർച്ചകളുമൊക്കെ ചെയ്ത് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. വീഴ്ച, മുറിവൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളെയും നേരിടേണ്ടതായി വരും. നിയമവിരുദ്ധമായ യാതൊരു പ്രവൃത്തികളിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. നിങ്ങൾ നന്മയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പാരയായി വരാനും സാധ്യതയേറെ ഉള്ളൊരു മാസമാണ്. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചില സമയങ്ങളിൽ വാക്കു പാലിക്കാൻ കഴിയാതെ വരും. ദൈവവിശ്വാസവും ദാനധർമ്മ ചിന്തകളും തീരെ കുറവായി കാണപ്പെടും. ധനപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ പ്രവൃത്തിയിലും ശ്രദ്ധാലുക്കളായിരിക്കണം, അല്ലെങ്കിൽ നിയമ നടപടികളെ നേരിടേണ്ടതായിട്ട് വരും. മേലധികാരികളുടെ അപ്രീതിയും ഉണ്ടാകാം. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരും. റിസ്ക് ആയിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വം കൂടും. ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ കാലതാമസം അനുഭവപ്പെട്ടേക്കാം. സാമൂഹ്യ പ്രവർത്തകർക്കും കക്ഷി രാഷ്ട്രീയക്കാർക്കും സമൂഹ ബന്ധം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകളും നേരിടേണ്ടതായിട്ട് വരും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കുറയും. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സഹോദരങ്ങളുമായി നല്ല ബന്ധം തുടരും. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. മാതൃഗുണം കുറവായിട്ടാണ് കാണുന്നത്. മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല. കാൽപാദത്തിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. പിന്നെ വീട് കെട്ടാനോ വീട് പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടും. എങ്കിലും ചില തടസ്സങ്ങളെ നേരിടേണ്ടതായിട്ടും വരും. വാഹനം മാറ്റി വാങ്ങിക്കാനൊക്കെ കഴിയും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ്. ശ്രദ്ധിക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളുടെ ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. ഇതുവരെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം ആകാതിരുന്ന സന്താനങ്ങൾക്ക്
വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. കലാകാരന്മാർക്ക് കലകളിൽ കഴിവ് തെളിയിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായി വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടും വരും. കടമൊക്കെ ഉള്ളവർക്ക് കടം വീട്ടി തീർക്കാനാകും. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമല്ല. ഈ രാശിയിലുള്ള വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നവർക്ക് നല്ല ബന്ധമൊക്കെ തന്നെ വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമല്ല. പിതാവിന് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത്. പുതിയ കർമ്മ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിക്കും. മരുമക്കൾക്കും സുഹൃത്തുക്കൾക്കും ശത്രുത തോന്നാനിടയുണ്ട്. സംഘക്കൂട്ടങ്ങളിലും ട്രസ്റ്റുകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ, പണമിടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അപകീർത്തി ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട്. പൊതുവേ ഈ മാസം ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് കാണുന്നത്. ദോഷപരിഹാരമായി ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവുമൊക്കെ ചെയ്യുക. പിന്നെ നാഗങ്ങൾക്ക് 100 പാലും അഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക മൂലം ദോഷശമനമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.